അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് വ്ലോഗ്സ്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അൽസ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് ഒരു 3-4 മണിക്കൂർ കുതിർത്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പകുതി സവാള, പട്ട, കറയാമ്പൂ, പിന്നെ ഒരു വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തലേന്ന് കുതിർത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്താൽ മതി. ഇനി അതൊന്ന് കഴുകി വാരിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് സവാളയും ഒരു വെളുത്തുള്ളിയും ഏലക്കയും പട്ടയും കറയാമ്പൂവും പിന്നെ 3-4 പീസ് ചിക്കനുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ലെഗ് പീസാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എല്ല് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ ഗോതമ്പ് വേവിക്കാനുള്ള ശരിക്കും മുങ്ങി നിൽക്കണം കേട്ടോ ഗോതമ്പ്, അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 3-4-5 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇത് 3-4-5 വിസിലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിനി ചിക്കനും പിന്നെ പട്ട അതൊക്കെ ഞാനെടുത്ത് മാറ്റും. കാരണം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പം ഇത് എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം ചിക്കൻ്റെ. അപ്പോൾ അതൊന്ന് മാറ്റി എടുക്കണേ കേട്ടോ. നമ്മൾ എല്ലില്ലാത്ത പീസിട്ടാലും മതി. ഇനി ഇതിനകത്തുള്ള പട്ട അതും ഇനി അരക്കുമ്പോൾ വേറെ ടേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ചിക്കൻ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനും ഗോതമ്പും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പോലെ പേസ്റ്റ് ചെയ്യേണ്ട, ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നോമ്പൊക്കെ തുറന്ന് കഴിയുമ്പോൾ കഴിക്കാൻ പറ്റിയ അടിപൊളി ഫുഡാണ് ഇത്. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ചിക്കനും ഗോതമ്പും ഒക്കെ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുമ്പാലോ ഒഴിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതേ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേറെ അധികം പണിയൊന്നുമില്ല. ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ചെറിയ രീതിക്കൊന്ന് തിള വരണ്ട, ചെറിയ രീതിക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അതിനുശേഷം പിന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു സവാള നെയ്യിൽ വറുത്ത് കോരണം. കശുവണ്ടി മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാലും നല്ലതായിരിക്കും. ഞാനിപ്പോൾ സവാള മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. നല്ല ബ്രൗൺ ആയിട്ട് തന്നെ വറുത്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടി മുകളിൽ തൂവിയിട്ട് കഴിക്കാൻ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ നോമ്പിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.